ഹേയ് പാണ്ടി പെണ്ണെ, നിന്റെ ഈ വോയിസുകള് ഒരെണ്ണം ഞാൻ ഓപ്പൺ ആയിട്ട് നോക്കത്തില്ല, ഓപ്പൺ ആക്കത്തില്ല. കാരണം അത്രയ്ക്ക് അറപ്പാണ് നിന്റെ വായിൽ നിന്ന് വരുന്നത്. അപ്പം നിന്റെ വീഡിയോസൊക്കെ ഞാൻ ആദ്യകാലങ്ങളിൽ കാണാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ പ്രതികരിക്കണമെന്ന് തോന്നി. നീ മറ്റു പെങ്കൊച്ചുങ്ങളെ, കുഞ്ഞു മക്കളെ പറയുന്നത് കേൾക്കുമ്പം പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെ പ്രതികരിക്കുമ്പം, നിന്റെ അതേ ലെവലിൽ നിന്ന് പ്രതികരിക്കുമ്പം നിനക്ക് എന്താണോ ഫീലാകുന്നത്, നിന്റെ ആ ചോര തിളയ്ക്കുന്നത്, അതേപോലാണ് പെങ്കൊച്ചുങ്ങളുള്ള ഓരോ അമ്മമാരുടെയും മനസ്സ്. നല്ല ഊശിരുള്ള അപ്പന്മാർക്കുണ്ടാകുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ, പെമ്മക്കളെ പറ്റ അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ പ്രതികരിച്ചതാണ്. നീ കേൾക്കുമ്പോൾ നിനക്ക് കൊള്ളണം. എന്നിട്ട വീഡിയോസാണ് അതൊക്കെ. കാരണം നിന്റെ ചെവിയിൽ അത് എത്തുന്ന വരെ അവിടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ റിമൂവ് ചെയ്യും. ഓക്കെ, നിന്റെ ചെവിയിൽ ഒരു വർഷമോ എത്ര നാളായി ഇത് വന്നിട്ട് കേട്ടിട്ടുണ്ടല്ലോ. നീ കേൾക്കണം. കാരണം മറ്റ് പെങ്കൊച്ചുങ്ങളെ നീ പറയുന്നത് അതുപോലാണ്. അപ്പം നീ അത് കേൾക്കാൻ അർഹയാണ്. യൂട്യൂബിനകത്ത് വന്ന് നീ തോന്നിവാസം പറയുമ്പം, പെങ്കൊച്ചുങ്ങളെ തോന്നിവാസം പറയുമ്പോൾ, നീ ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ നിനക്കെതിരെ നിന്ന് പറയുന്നത് കേൾക്കാൻ നീ അർഹയാണ്. അപ്പൊ നീ അത് കേട്ടല്ലോ, മതിയായി, സന്തോഷായി. ഇപ്പൊ നീ ഇട്ടേക്കുന്ന ഈ വോയിസ് ഏഹേ എന്റെ പട്ടി പോലും കേൾക്കൂല. ഓക്കെ, എന്തു തന്നെയാണെങ്കിലും പോ മോളെ, നിനക്ക് എന്താ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യ. കാരണം നീ കൊച്ചു മക്കളെ നീ അവരാധിച്ചേക്കുന്ന വോയിസുകളെല്ലാം എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പബ്ലിക്കായിട്ട് കൊണ്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, എനിക്ക് നല്ല ഒന്നാന്തരം ഒരു ചാനലുള്ള വ്യക്തിയാണ് ഞാൻ. അതൊന്നും നിന്നെ പോലുള്ള ഈ അപരാധികൾക്ക് കളിക്കാൻ ഇട്ട് കൊടുക്കാനോ അതിലൊരു കമന്റ് പോലും ഇട്ട് അത് അശുദ്ധമാക്കാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, കള്ളേടി അക്കുട്ടി എന്നുള്ള കള്ളേടി തന്നെ ഉണ്ടാക്കിയാണ് നിനക്കെതിരെ ഞാനത് ഉണ്ടാക്കിയേക്കുന്നത്. നീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുണക്കൻ്റെ മോളെ പാണ്ടി പെണ്ണെ, പോ. എനിക്ക് രണ്ട് മൈരാണ്. ഓക്കെ, നീ എന്നാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് രണ്ട് മൈരാണ്. നീ എന്നാ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്ക്, വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം നിന്നെ പോലെ അങ്ങനെ തരം താന്ന് വന്ന് അവരാധിക്കാൻ മറ്റുള്ളവർക്കും പറ്റും. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ടടി. കന്നാല് കഴിവറ മോളെ, പോയി പണി നോക്കടി. നീ വിചാരിച്ചത് ഈ വോയിസുകളെല്ലാം ഞാൻ അങ്ങ് കേട്ടിട്ട് നിനക്കിട്ട് അതിന്റെ പുറകിന് വരുമെന്ന്? ഇല്ല. നീ എന്തായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. നിന്റെ അപ്പൻ ഏത് രീതിയിൽ നിന്നോട് സഹകരിച്ചോ ആ രീതിയാണ് നീ മറ്റുള്ളവരിലും കാണുന്നേ. കാരണം നിന്റെ അനുഭവമല്ലേ നിനക്ക് പറയാനൊക്കത്തുള്ളൂ. അതാണ് നീ കൊച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് നീ പറയുന്നത്. ഓരോ കുഞ്ഞുങ്ങളെ നീ പറയുന്ന ഓരോരോ വർത്തമാനങ്ങൾ കേട്ട് അങ്ങേയറ്റത്ത് അറപ്പും വെറുപ്പും തോന്നിയത് കൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു പ്രതികരണം ഞാൻ പ്രതികരിച്ചത്. ആ പ്രതികരണം ഇപ്പോഴെങ്കിലും നിന്റെ ചെവിയിൽ എത്തിയെങ്കിൽ ഞാൻ കൃതാർത്ഥയായ എൻ്റെ സനു. തീർച്ചയായിട്ടും നിനക്കതിനകത്ത് എന്തോ വേണമെങ്കിലും നീ ചെയ്തോളൂ, നോ പ്രോബ്ലം, ഐ ഡോണ്ട് വറി. ഓക്കെ.